എസ്പെറാൻസ എഡ്യൂക്കേഷൻ കേരള PSC HSI മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾ 3 കാൽക്കുലസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ള ടോപ്പിക് കണ്ടിന്യൂറ്റി ഓഫ് ഫങ്ഷൻസ്, ഏകതങ്ങളുടെ തുടർച്ച. നമുക്ക് എല്ലാവർക്കും കണ്ടിന്യൂറ്റി എന്താണെന്ന് അറിയാം. നമുക്കിപ്പം കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം പേന നമുക്കിങ്ങനെ ലിഫ്റ്റ് ചെയ്യാതെ വരയ്ക്കാൻ പറ്റണം. അതായത് എവിടെയും ബ്രേക്ക് വരാൻ പാടില്ല. ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് പറയാം. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മളിത് ലിമിറ്റൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ കുറച്ച് വെറൈറ്റി പ്രോബ്ലംസ് കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമ്മളൊരു എക്സാമ്പിളിലൂടെയാണ് പറയുന്നത്. f(x) = 1 if x not equal to 0 to x equal to 0. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ 2 ആണ്. 0 അല്ലാത്ത മറ്റെല്ലാ പോയിന്റ്സിനും ഫംഗ്ഷൻ വാല്യൂ 1 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇവിടെ x not equal to 0ക്ക് 1 എന്ന് പറയുന്ന ലൈനും അതുപോലെ തന്നെ x equal to 0ക്ക് ഇവിടെ ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഡിഫൈൻഡ് അല്ല, പകരം ഈ 2 എന്ന് പറയുന്നതിലേക്ക് മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ -∞ ഇങ്ങനെ ലൈൻ വരച്ച് വരുമ്പം ഇവിടെ എത്തി, പക്ഷെ എനിക്ക് 0യിലേക്ക് വരുമ്പം ഒരു പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ നിർത്തിയിട്ട് ഈ 2 ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് വേണം അപ്പം ഞാൻ എൻ്റെ പേന എടുത്ത് ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചു, പിന്നെ ഇവിടുന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അതായത് എനിക്ക് ഇവിടെ ഒരു ബ്രേക്ക് വന്നു, ഞാൻ വരയ്ക്കുന്നതിന് ഒരു ബ്രേക്ക് വന്നു. സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഈ ഫംഗ്ഷൻ എന്തല്ല, ഈ ഒരു പോയിന്റിലെത്തിയപ്പം അതിനൊരു ചെറിയ പ്രശ്നം വന്നു. അപ്പോൾ ഈ ഫംഗ്ഷന് 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂറ്റി നഷ്ടമായി. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നമുക്കൊരു ലിമിറ്റിൻ്റെ കൺസെപ്റ്റിൽ പറയാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ്, നമുക്കിതിൻ്റെ ഇത്ര നേരം പറഞ്ഞ ലിമിറ്റ്സ് ഒക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 + f(x) എന്താണ്? 0യേക്കാളും കൂടിയ വാല്യൂവിൽ നിന്ന് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫംഗ്ഷൻ വാല്യൂ എങ്ങോട്ടേക്കാണ് പോകുന്നത്? 1ലേക്കാണല്ലേ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 - f(x) ആണെങ്കിലോ, അതായത് 0യേക്കാളും കുറഞ്ഞ വിലകളുള്ള ഭാഗത്ത് നിന്ന് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പം ഫംഗ്ഷൻ വാല്യൂ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഏത് പോയിന്റിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്? 1 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f(x) എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്. സോ അത് 1 ആണെന്ന് പറയാം. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? നമ്മളെ ഫംഗ്ഷൻ വാല്യൂ എന്താണ് ഇവിടെ? f(0) എന്താ വന്നിരിക്കുന്നത്? 0യിൽ ഫംഗ്ഷൻ വാല്യൂ 2 ആണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആലോചിക്കാം, ഈ 2 ഇവിടെ ആയിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയനെ അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷനും ഈ ലിമിറ്റിംഗ് വാല്യൂ ഫംഗ്ഷൻ വാല്യൂ സെയിം ആയിരുന്നെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയനെ. അത് തന്നെയാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ. അതായത് നമ്മളൊരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ആ പോയിന്റിലെ ലിമിറ്റിംഗ് വാല്യൂവും ആ പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂവും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആവുന്ന കേസിലാണ് നമ്മൾ ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. ഇവിടെ നമുക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാനുള്ള കാരണം ഇതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f(x) ഈസ് നോട്ട് ഈക്വൽ ടു f(0). ഓക്കെ, ആ ഒരു പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റിലെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്ന ആ പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂവിന് ഈക്വൽ അല്ലാതെ വന്നു. ഈക്വൽ അല്ലാതെ വരുന്ന കേസിൽ എന്തായിരിക്കും? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല ആ പോയിന്റിൽ. ഓക്കെ, ഞാൻ ഇത്ര നേരം സ്പെസിഫിക് ആയിട്ട് പറയുന്നതിന് പോയിന്റിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നമ്മളിനി പോയിന്റിൻ്റെ കാര്യം പറയും, ഡൊമൈൻ്റെ കാര്യം പറയും, ഇൻ്റർവെലിൻ്റെ കാര്യം പറയും. അപ്പോൾ ഓരോന്നും മനസ്സിലാക്കി വെക്കുക. പോയിന്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ എന്താ നോക്കാം. ഒരു രേഖീയ സംഖ്യയുടെ ഉപഗണത്തിൽ നിർവചിച്ചിട്ടുള്ള f എന്ന ഏകദത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു ബിന്ദുവാണ് C എന്ന ബിന്ദുവിൽ f തുടർച്ചയുള്ള ഏകദമായാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c - f(x) ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c + f(x) ഈക്വൽ ടു f(c) ആയിരിക്കും. അതായത് എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഒന്നുമില്ല കേട്ടോ, ഇവിടെ സംഭവം ഒന്നുമില്ല. നമുക്ക് a എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറിൻ്റെ സബ്സെറ്റ് ഉണ്ട്. ഈ സബ്സെറ്റിൽ നിന്നും ഞാൻ റിയൽ നമ്പറിലോട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു രേഖീയ ഏകദമാണ് f എന്ന് പറയുന്നത്. ഓക്കെ, f എന്ന് പറയുന്ന ഒരു ഏകദമുണ്ട്. ഈ എയിലെ ഒരു പോയിന്റാണ് c. ഓക്കെ, ഈ c എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ് ഈ തന്നിരിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c - f(x) ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു c + f(x) ഈക്വൽ ടു f(c). അതായത് ലിമിറ്റിംഗ് വാല്യൂസ് ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ ആണെങ്കിൽ c എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. നമ്മൾ എക്സാമ്പിൾ കണ്ടില്ലേ, അതുപോലെ തന്നെ. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ f ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് a if ഫസ്റ്റ് വൺ f(a) is defined, a belongs to the domain of f, and രണ്ടാമത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f(x) exist, മൂന്നാമത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f(x) ഈക്വൽ ടു f(a). അതായത് നമ്മൾ പറഞ്ഞത് a എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഡൊമൈനിൽ. ആ ഡൊമൈനിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന 3 കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമുക്ക് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ പറയാം ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടീഷൻ നോക്കാം. എഫ് ഓഫ് എ ഈസ് ഡിഫൈൻഡ്. എഫ് ഓഫ് എ അതായത് ഫംഗ്ഷൻ വാല്യൂ ഈ ഏകതത്തിൻ്റെ വില എ എന്ന് പറയുന്ന പോയിന്റിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ടാകണം. ഓക്കെ, മസ്റ്റായിട്ടും അതെന്തായിരിക്കണം? ഡിഫൈൻഡ് ആയിരിക്കണം. എഫ് ഓഫ് എ ഈസ് ഡിഫൈൻഡ്. എഫ് ഓഫ് എ ഡിഫൈൻഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എ. ഓക്കെ, അതുപോലെ തന്നെ അവിടെ ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. അതും നിർബന്ധമുള്ള കാര്യമാണ്. ഇനി അതായത് ഇവിടെ എൽ എച്ചിൽ എക്സിസ്റ്റ് ചെയ്യണം, ആർ എച്ചിൽ എക്സിസ്റ്റ് ചെയ്യണം, എൽ എച്ചിൽ ഈക്വൽ ടു ആർ എച്ചിലായിരിക്കണം. പിന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്ന് പറയുന്ന ലിമിറ്റിംഗ് വാല്യൂവും എയിലുള്ള ഫംഗ്ഷൻ വാല്യൂവും തുല്യമായിരിക്കണം. ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഇല്ല എങ്കിൽ നമുക്ക് അപ്പം തന്നെ പറയാം ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ 3 ഏതെങ്കിലും ഒന്നിന് ബ്രേക്ക് വരുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതെ ആവുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ട് തരുന്ന പ്രോബ്ലംസിലും നമ്മൾ ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡൊമൈനിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നതെന്ന് നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഡൊമൈൻ. ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ സിംപ്ലി നമ്മൾ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡൊമൈൻ ഉണ്ടാവില്ലേ, ആ ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിലും അത് കണ്ടിന്യൂസ് ആയിരിക്കണം. നമ്മളിപ്പോൾ പോയിന്റിൻ്റെ കണ്ടിന്യൂറ്റി പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഓഫ് ദ ഡൊമൈൻ അത് കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, അതായത് നമുക്കതിനെ മലയാളീകരിക്കാം. എഫ് എന്ന ഏകതം മണ്ഡലത്തിലെ മുഴുവൻ ബിന്ദുക്കളിലും തുടർച്ചയുള്ള ഏകതമാണെങ്കിൽ എഫിനെ തുടർച്ചയുള്ള ഒരു ഏകതമാണ് എന്ന് പറയുന്നു. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിലും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാം എഫ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, അതാ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈനിൽ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നിരിക്കുന്ന ഡൊമൈനിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അത് നിർവചിക്കപ്പെട്ടിട്ടുള്ള മണ്ഡലത്തിൽ അത് തുടർച്ചയുള്ള ഏകതമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇന്റർവെൽസിന്റെ കാര്യമാണ് പറയുന്നത്. എ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആൻ ഓപ്പൺ ഇന്റർവൽ എ ബി ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഈച്ച് പോയിന്റ് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. അതായത് ഒരു ഫംഗ്ഷൻ ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. അത് ആ ഓപ്പൺ ഇന്റർവെല്ലിലെ ഓരോ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കണം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, ഓപ്പൺ ഇന്റർവെല്ലും ക്ലോസ്ഡ് ഇന്റർവെല്ലും തമ്മിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. എ ബി, ഈ എയും ബിയും ഇതിൽ ഇൻക്ലൂഡഡ് അല്ലല്ലോ. എയും ബിയും ബൗണ്ടറി, അതായത് ആ ഓപ്പൺ ഇന്റർവെൽ എടുക്കുമ്പോൾ നമ്മൾ എയും ബിയും എക്സ്ക്ലൂഡഡ് ആണ്, എയും ബിയും ഇതിൽ ഉൾക്കൊള്ളുന്നില്ല. ഓക്കെ, അത് ഈ എക്ക് ശേഷമുള്ള എല്ലാ പോയിന്റ്സിലും നമുക്ക് ഇവിടെ എടുക്കാം. ആ ഓരോ പോയിന്റ്സിലും നമ്മൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ്സിൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. എ ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഇഫ് ഫസ്റ്റ് വൺ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി, സെക്കൻഡ് വൺ എഫ് ഓഫ് എ പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഇവിടെ എഫ് ഓഫ് എ പ്ലസ് എന്ന് പറയുന്നതിന് മീനിങ് ആണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്, അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എഫ് ഓഫ് ബി മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് ബി മൈനസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ബി ആണ്. ഇതെന്ത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ക്ലോസ്ഡ് ഇന്റർവെൽ തന്നിട്ടുണ്ട്, ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നു എന്ന് പറയണമെങ്കിൽ ആദ്യം എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവെൽ. ഈ എയും ബിയും ഒഴികെയുള്ള ബാക്കി എല്ലാ പോയിന്റ്സിലും ആ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ഇനി എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് എയിലേക്ക് അപ്രോച്ച് ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഇവിടുന്ന് മാത്രം. കാരണം ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, ഇവിടെ ഈ ഇന്റർവെല്ലിൻ്റെ ഉള്ളിലെ കാര്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഈ ഇന്റർവെല്ലിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ല, അവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എയിനേക്കാളും കൂടിയ ഭാഗത്ത് നിന്ന് മാത്രമേ എയിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ, കുറഞ്ഞ ഭാഗത്ത് നിന്ന് അപ്രോച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് ഇവിടെ ഇല്ല. അതായത് ഈ എ എന്ന് പറയുന്ന വാല്യൂവിലെ ഫംഗ്ഷൻ വാല്യൂവും ഇവിടുത്തെ വലതുവശ സീമയും തുല്യമാണോ എന്നാണ് നോക്കേണ്ടത്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എയും എഫ് ഓഫ് എയും ആണ് തുല്യമാണോ നോക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ബിയുടെ കേസ് വരുമ്പോൾ ബിയിൽ എന്താ പ്രശ്നം വരുന്നത്, ബിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടുന്ന് ബിയിനേക്കാളും കൂടിയ ഭാഗത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ബിയിനേക്കാളും കുറഞ്ഞ ഭാഗത്ത് നിന്ന് ബിയിലേക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു എഫ് ഓഫ് ബി മൈനസ് ഇവിടെ വരുന്ന ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ബിയിലെ പോയിന്റ്സും ബിയിലെ ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതാണ് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിലുള്ള കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ്. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി, സംഭവമായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ.
ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഓരോ എക്സാമ്പിളും പറഞ്ഞു പോകുന്നുണ്ട്. നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഒരു 10-14 എക്സാമ്പിളും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ക്ഷമയോടെ കേട്ടിരിക്കണം. പെട്ടെന്ന് പറയാം. ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. നമുക്കറിയാം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻ അല്ലേ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. ഓക്കെ, ദിസ് ഇസ് ദ പോയിന്റ് സി. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ സംഖ്യാ ഏകതകൾ എപ്പോഴും തുടർച്ചയുള്ള ഏകതകളാണ്. ഇവിടെ നമുക്ക് ഏതൊരു പോയിന്റ്, ഇവിടെ നമ്മളൊരു ആർബിട്രറി പോയിന്റ് എടുത്തു, കെ ആണ് അവിടെ എടുത്തിരിക്കുന്നത്, സോറി ഒരു മിനിറ്റ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ആണ് കേട്ടോ. അപ്പോൾ ഈ പോയിന്റ് കെ ആണ്, കെയിലൂടെയാണ് ഈ വരെ പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ സി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിലും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിലും അപ്രോച്ച് ചെയ്ത് വന്നാൽ ഏത് പോയിന്റിലോട്ട് മാത്രമേയാണ് അപ്രോച്ച് ചെയ്യുന്നത്? കെ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സിയോട് ഈക്വൽ ആയിരിക്കും. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാലും അതെന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു കെ. അപ്പോൾ നമുക്ക് പറയാം ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്. നമുക്ക് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക, അതിനൊരിക്കലും ഒരിടത്തും ബ്രേക്ക് വരുന്നില്ല. ഓക്കെ, ദ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന അനന്യ ഏകതം ഏതൊരു രേഖീയ സംഖ്യയിലും തുടർച്ചയുള്ളതാണ്. അപ്പോൾ നമ്മൾ രേഖീയ സംഖ്യ സി എന്നെടുക്കുകയാണ്. സി ബിലോങ്സ് ടു ആർ, ഒരു ആർബിട്രറി രേഖീയ സംഖ്യ എടുത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എക്സ് എന്നല്ലേ, നമ്മൾ എഫ് ഓഫ് എക്സ് അനന്യ ഏകതല്ലേ, അപ്പോൾ എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സി എന്ന് കിട്ടും കേട്ടോ. ഇനി നമ്മൾ എഫ് ഓഫ് സി കണ്ടുപിടിക്കാം. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താ വരിക? സി തന്നെ വരും. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ അല്ലേ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സിക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ അനന്യ ഏകതം എന്ന് പറയുന്നത് ഏതൊരു രേഖീയ സംഖ്യ എടുത്താലും അവിടെ എല്ലാം കണ്ടിന്യൂസ് ആണ്. ഏതൊരു റിയൽ നമ്പറിലും കണ്ടിന്യൂസ് ആണ് അനന്യ ഏകതം. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ് ഓൺ ദ റിയൽ ലൈൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കണ്ടിന്യൂസ് ആണോ അല്ലയോ? ഈ ഫംഗ്ഷൻ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, ഈ ഫംഗ്ഷൻ എല്ലാ പോയിന്റ്സിലും ഡിഫൈൻഡ് ആണ്. ഇവിടെ നമുക്ക് ഒന്നും സ്പെസിഫിക് ആയിട്ട് തന്നിട്ടേ ഇല്ല. അപ്പം നമുക്കറിയാം ഡിനോമിനേറ്റർ 0 ആവുന്ന കേസിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പ്രയാസമാണല്ലേ. അപ്പോൾ നമ്മൾ പറയുകയാണ് എഫ് ഓഫ് 2 കണ്ടുപിടിക്കുക. എഫ് ഓഫ് 2 ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം എഫ് ഓഫ് 2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 അല്ലേ. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. എഫ് ഓഫ് ടി ഈസ് നോട്ട് ഡിഫൈൻഡ്. അത് നിർവചിക്കപ്പെട്ടിട്ടില്ല. 2 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളുടെ ഈ ഒരു ഏകദത്തിൻ്റെ വില നിർവചിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പക്ഷേ ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഈക്വൽ ടു 2 ആണെന്ന് വിചാരിക്കാം. എക്സ് നോട്ട് ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ആണെങ്കിൽ എക്സ് സ്ക്വയർ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 എന്ന് എഴുതാം അല്ലേ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. കാരണം എന്താ? എക്സ് നോട്ട് ഈക്വൽ ടു 2 എന്ന് നമ്മൾ സപ്പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആവും. പക്ഷെ നമുക്കിവിടെ സ്പെസിഫിക് ആയിട്ട് എക്സ് 2യുടെ കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് 2 ഈസ് നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ട് എഫ് കണ്ടിന്യൂസ് അല്ല എന്ന് എഴുതാം. പക്ഷെ ഇങ്ങനൊരു കണ്ടീഷൻ തന്നിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയേനെ എക്സ് പ്ലസ് 2, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടിയേനെ. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 എന്ന് സിമ്പിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുള്ളൂ. 2നെ പറ്റിയോ അതിൻ്റെ ഡൊമൈനിനെ പറ്റിയോ സ്പെസിഫിക് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത കേസിൽ നമ്മൾ റിയൽ നമ്പർ കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിന് അവിടെ പ്രശ്നം വരും. ഓക്കെ, ഇനി ഇങ്ങനെ കേസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ്, എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 1 എക്സ് ഈക്വൽ ടു 0. 1 ബൈ എക്സ് അല്ലേ. അപ്പം നമുക്ക് എഫ് ഓഫ് 0 എന്താ കിട്ടുക? എഫ് ഓഫ് 0 ഈക്വൽ ടു 1 ആണ്. കാരണം നമ്മൾ 0യിലുള്ള വാല്യൂ 1 ആണ്. അപ്പം നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആണോ നോക്കാം കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്താ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസും നോക്കാം മൈനസും നോക്കാം. കാരണം 1 ബൈ എക്സ് ആണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഗ്രാഫ് പോവുക. നമുക്ക് ഓരോന്നും ചെയ്യാം. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് 1 ബൈ എക്സ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെ ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആണ് കിട്ടുക. പക്ഷേ ഇൻഫിനിറ്റി എന്നത് ഒരു റിയൽ നമ്പർ അല്ല. ഇറ്റ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് റിയൽ നമ്പർ അല്ല, ഒരു രേഖീയ സംഖ്യയല്ല. അപ്പോൾ തന്നെ നമുക്കിത് ഫൈനൈറ്റ് ആയിട്ട് ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നേ പറയാൻ പറ്റുള്ളൂ.
ഓക്കെ, ഫൈനൈറ്റ് ആയിട്ട് ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പം നിങ്ങൾ ഇൻഫിനിറ്റി ആണെന്ന് സപ്പോസ്, ഇനിയിപ്പോൾ അത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് സപ്പോസ് ചെയ്താൽ പോലും അത് ആരോട് ഈക്വൽ അല്ല? 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ വാല്യൂവിനോട് ഈക്വൽ അല്ല. ശരിക്കും ഇതിന് സീറോയിലൊരു പ്രശ്നമുണ്ട്. സീറോയിൽ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളൊരു ഇമാജിനറി നമ്പർ കൊടുത്തിരിക്കുകയാണ്. അതായത് ഇൻഫിനിറ്റീനെ നമ്മൾ വിളിക്കും, അതായത് നമുക്ക് ആ ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള അടുത്തുള്ള നമ്പർ മാത്രമാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിളാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുകയാണ് ഇൻഫൈനൈറ്റ് ആയിട്ട് ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫൈനൈറ്റ് ആയിട്ട് ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് 1/x എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇൻഫിനിറ്റീനാണ് കിട്ടുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്താ കിട്ടുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് 1/x എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എന്നാണ്. ഇതിലൂടെ പോയിട്ട് മൈനസ് ഇൻഫിനിറ്റിയിലോട്ടും ഇതിലൂടെ പോയിട്ട് ഇൻഫിനിറ്റിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1/, ഈ ഫംഗ്ഷൻ, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് 1 പൂർണ്ണസംഖ്യ ഏകതം. ഇതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് എന്താ പ്രശ്നം വരുന്നത്? നമുക്കറിയാം ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഗ്രാഫ് വരയ്ക്കാനാണ് ഒരു പ്രശ്നം വരുന്നത്. എനിക്ക് വരയ്ക്കാനുള്ള ടൂളില്ല അതിൽ. ഇവിടെ നമുക്ക് 1/x അല്ല, സോറി, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് നമ്മളിങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദസ് 1 അല്ലേ? 1ൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരും, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ, പിന്നെ 2ൽ ഇങ്ങനെയല്ലേ പോകുന്നത്? ഓക്കെ, നിങ്ങൾക്കറിയാം സ്റ്റെപ്പ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. നമ്മളിതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണോ? അല്ലേ, കണ്ടിന്യൂസ് അല്ല. ഇത് കണ്ടിന്യൂസ് അല്ല, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു കണ്ടിന്യൂറ്റി ഉള്ള ഫംഗ്ഷൻ അല്ല. പക്ഷെ ഇതെവിടെയാണ്, എന്താണ് ഇവിടെ പ്രശ്നം വരുന്നത്? ഇതെവിടെയാണ് കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവുന്നത്? നമ്മളിപ്പം 0 മുതൽ 1 വരെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യത്തിൽ പ്രശ്നമില്ല, പക്ഷെ 1ൽ എത്തുമ്പം പ്രശ്നക്കാരനാണ്. അപ്പോൾ ഇവിടുന്ന് ഈ 1 മുതൽ 2 വരെ എടുക്കുകയാണ്, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്, പക്ഷെ 2ൽ എത്തുമ്പോൾ പ്രശ്നമാണ്. ഓക്കെ, അതായത് ഇൻറ്റിജർ പോയിന്റ്സിലെല്ലായിടത്തും ഈ ഫംഗ്ഷന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്ന് പറയുന്നത് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ഇൻറ്റിജർ പോയിന്റ്സ്. ഇൻറ്റിജർ പോയിന്റ്സിലൊന്നും ഇത് കണ്ടിന്യൂസ് അല്ല. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. ജസ്റ്റ് ഒരു 1 വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. നമ്മൾ സെറ്റ് എക്സാമിനൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ്. ഇനി നിങ്ങൾ നോക്കുക, 1നേക്കാളും കൂടിയ ഭാഗത്ത് നിന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ 1 ആണ് കേട്ടോ, നമ്മളുടെ 2 ആണ്. 1നേക്കാളും കൂടിയ ഭാഗത്ത് നിന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ വാല്യൂ എങ്ങോട്ടേക്കാണ് പോകുന്നത്? 1 എന്ന് പറയുന്ന പോയിന്റിലേക്കല്ലേ പോകുന്നത്? 1 എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. 1നേക്കാളും കുറഞ്ഞ ഭാഗത്ത് നിന്ന് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ വാല്യൂ ആരാണ്? ദിസ് ആണ് അല്ലേ, 0 ആണ് നമ്മളുടെ ഫംഗ്ഷൻ വാല്യൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ഈക്വൽ ടു 0 ആണ്. അതായത് 1ലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവുന്നില്ല. ഇൻറ്റിജർ പോയിന്റ്സിലൊന്നും ശരിയാവില്ല. അപ്പം നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം കേട്ടോ. സ്ഥലം കഴിഞ്ഞു. ഇവിടെ ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് 0 വേണ്ട, n ജനറൽ ആയിട്ട് പറയാം, n മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് n എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ. ആ ഇൻറ്റിജർ എടുത്ത് ഇൻറ്റിജറിനേക്കാളും കുറഞ്ഞ വാല്യൂവിൽ, ഇപ്പോൾ 5 ആണ്, ഇപ്പോൾ 5നേക്കാളും കുറഞ്ഞ വാല്യൂവിൽ നിന്ന് നമ്മൾ 5ലോട്ട് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് 4.5, 4.6 അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 4 അല്ലേ കിട്ടുക. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു n മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു n മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു n മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? n-നേക്കാളും കുറവുള്ള വാല്യൂസിലെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ 5 ആണ് എടുക്കുന്നതെങ്കിൽ 4.5, 4.6, 4.7 അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സുകൾ എന്താ വരിക? 4 ആണ് വരിക. അതായത് ഈ 5നേക്കാളും തൊട്ട് മുമ്പുള്ള നമ്പർ, ദാറ്റ് ഈസ് n മൈനസ് 1. ഓക്കെ,
അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇങ്ങനെയാണ് വരിക. അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു n പ്ലസ് എഫ് ഓഫ് എക്സ് ആണെങ്കിലോ എന്നിനേക്കാളും കൂടിയ വാല്യൂവിൽ നിന്ന്, അതായത് ടൂവിനേക്കാളും കൂടിയ വാല്യൂവിൽ നിന്ന് 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുക, 5നേക്കാളും കൂടിയ വാല്യൂ 5.1ൽ നിന്ന് 5.2ൽ നിന്ന് ഫസ്റ്റ് 5.2ൽ നിന്ന് 5.1ൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ 5 തന്നെയല്ലേ നമുക്ക് കിട്ടുക. ഇതിൻ്റെയൊക്കെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 5 തന്നെയല്ലേ? ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു n പ്ലസ് എഫ് ഓഫ് എക്സ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്ന് പറയുന്ന എന്ത് തന്നെയാണ് നമുക്ക് കിട്ടുക? n എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാമിന് ഇടയ്ക്ക് കാണാറുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇവിടെ n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവില്ല. സോ ഇൻറ്റിജർ പോയിന്റ്സിൽ അത് കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഇനി നമുക്ക് പറയുന്നത് എവ്രി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എല്ലാ ബഹുപദ ഏകതങ്ങളും തുടർച്ചയുള്ള ഏകതങ്ങളാണ്. എവ്രി പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അത് നമുക്ക് ഓൾറെഡി പോളിനോമിയലിന്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ആണെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, എന്നിട്ട് അതിൽ നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? പി ഓഫ് സി തന്നെയായിരിക്കും. സോ ഇത് തന്നെയാണ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ. സോ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലായിടത്തും പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ എക്സാമ്പിൾ പറയാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1. ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരിക്കലും ബ്രേക്ക് ഉള്ള ഗ്രാഫ് ആവില്ല. ഓക്കെ, ഇനി 7th വൺ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഈ മോഡ് എക്സ് എക്സാം ഇടുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻസ് കാണാം, പക്ഷേ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല. ഇതൊന്നും ഇങ്ങനെയൊന്നും ചോദിക്കില്ല, പക്ഷേ മോഡ് എക്സ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫംഗ്ഷനാണ്. മോഡ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ള നമ്മൾ? എക്സ് മൈനസ് എക്സ്. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇവിടെ എക്സ് ലെസ് ദാൻ 0. ഇനി നിങ്ങൾ നോക്കാം, നമ്മളിങ്ങനെ ഗ്രാഫൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക അല്ലേ? വളവൊന്നുമില്ല കേട്ടോ, ശരിക്കുവാണേ ഷാർപ്പനില വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോളിനോമിയലാണ്. എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇതും ഒരു പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൈനസ് എക്സ് ആണ്. അവിടെ ബ്രേക്ക് ഒന്നുമില്ല. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ലും ഒരു ബ്രേക്കില്ല. പിന്നെ നമുക്ക് 0 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മളൊന്ന് കണ്ടിന്യൂറ്റിക്ക് ഒരു ചെറിയൊരു ഡൗട്ട് വരുന്നത്. അത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0 വരും അല്ലേ? ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് 0നേക്കാളും കുറവുള്ള വാല്യൂവിന് എന്താണ്? മൈനസ് എക്സ് ആണ്. മൈനസ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഇനി എഫ് ഓഫ് 0 എന്താ വരുന്നത്? എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്, ദാറ്റ് ഇസ് 0 വരും അല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷൻ വാല്യൂ ലിമിറ്റിംഗ് വാല്യൂക്ക് ഈക്വൽ ആണ്. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിലും ഇതിന് പ്രശ്നമൊന്നുമില്ല. ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാട്ടോ. അതിന് ഒരുപാട് പ്രൂഫൊക്കെ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ഒരു ബ്രാഞ്ചിൽ പോളിനോമിയൽ ഫംഗ്ഷനാണ്, അത് കണ്ടിന്യൂസ് ആണ്. ഈ ഒരു ബ്രാഞ്ചിലും പോളിനോമിയൽ ഫംഗ്ഷനാണ്, അത് കണ്ടിന്യൂസ് ആണ്. പിന്നെ ബ്രേക്ക് ആവുന്ന ഒരൊറ്റ പോയിന്റിൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്യുക. ആ പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്, അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ലിമിറ്റിനോട് ഈക്വൽ ആണ് ഫംഗ്ഷൻ വാല്യൂ. സോ മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഡൊമൈനിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ. റിയൽ നമ്പറിലെ ഏതൊരു പോയിന്റിലും മോഡ് എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും. മോഡ് എക്സിന് ചെറിയ പ്രശ്നം വരുന്ന ഡിഫറൻഷ്യബിലിറ്റിയിലാണ്. കണ്ടിന്യൂറ്റിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ്, എല്ലാ ഭിന്നക ഏകതകളും തുടർച്ചയുള്ള ഏകതങ്ങളാണ്. എല്ലാ ഭിന്നക ഏകതകളും തുടർച്ചയുള്ള ഏകതങ്ങളാണ്. അതായത് നമുക്കറിയാം ഭിന്നക ഏകത എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് തരും. ഓക്കെ, ഇങ്ങനെ തന്നിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനും ഭിന്നക ഏകതം തന്നെയായിരുന്നു. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞില്ലേ, ഈ ഏകതവും ഭിന്നക ഇവിടെ പോയി ഇത് ഭിന്നക ഏകതം തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു കണ്ടീഷൻ തന്നിട്ടില്ല. എക്സ് മൈനസ് 2 നോട്ട് ഈക്വൽ ടു 0. അതുകൂടെ തന്നാൽ മാത്രമേ ആ ഭിന്നക ഏകതത്തിൻ്റെ ഡെഫിനിഷൻ കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻ്റെ കോഷ്യൻ്റ് മാത്രമേ ആവുള്ളൂ. അല്ലാതെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ കൂടെ തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡൗട്ട് വരില്ലേ, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ക്യൂ ഓഫ് എക്സ് എന്നല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് പോളിനോമിയൽ ആണല്ലോ, അതുകൊണ്ട് ഇത് പി ഓഫ് സി ആണ്. ഇതും പോളിനോമിയൽ ആണ്, അതുകൊണ്ട് ഇത് ക്യൂ ഓഫ് സി ആണ്. അതുകൊണ്ട് ഇത് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി. അതുകൊണ്ട് ഇത് എന്താണ്? റാഷണൽ ഫംഗ്ഷൻസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് കേട്ടോ.
നെക്സ്റ്റ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. നമുക്കറിയാം y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണ് ഫോർ എവറി എക്സിന്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ലോഗരിതമിക് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്, അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈനിൽ. ഓക്കെ, നെക്സ്റ്റ് സൈൻ ഫംഗ്ഷൻ കൊസൈൻ ഫംഗ്ഷൻ ആർ കണ്ടിന്യൂസ്. എല്ലാ ത്രികോണമിതിയ ഏകതകളും അവ നിർവചിക്കപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളിൽ തുടർച്ചയുള്ളവയാണ്. ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, സൈൻ ഫംഗ്ഷനും കൊസൈൻ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. നമുക്കറിയാം അതിൻ്റെ ഗ്രാഫൊക്കെ നമുക്ക് നല്ല ഫെമിലിയർ ആണ്. സോ നമ്മുടെ ബൈ ഹാർട്ട് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. സോ നമുക്കത് ഓർത്താൽ തന്നെ മനസ്സിലാവും സൈൻ ഫംഗ്ഷനും കൊസൈൻ ഫംഗ്ഷനും ഒക്കെ കണ്ടിന്യൂസ് ആണ്. എന്നാൽ നിങ്ങളോട് ഞാൻ ടാൻ എക്സിനെ പറ്റി ചോദിച്ചാലോ, ടാൻ എക്സ് കണ്ടിന്യൂസ് ആണോ? ടാൻ എക്സ് കണ്ടിന്യൂസ് ആണോ അല്ലയോ? അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുക, എല്ലാ ത്രികോണമിതിയ ഏകതകളും അവ നിർവചിക്കപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളിൽ തുടർച്ചയുള്ളവയാണ്. അതായത് ടാൻ എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്നാണ്. ഇവിടെ നമ്മളെടുത്ത് സ്പെസിഫിക് ആയിട്ടൊരു കണ്ടീഷൻ പറയും, കോസ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതായത് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു എന്താ പറയുക, എക്സ് എന്ന് പറയുന്നത് ആരാവാൻ പാടില്ല? 2n+1 π/2 ആവാൻ പാടില്ല എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട്. അതായത് ടാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏരിയ r-2n+1 π/2 ഒഴിവാക്കിയിട്ടുള്ളതാണ് ടു ആറിലേക്ക്. മനസ്സിലായോ? അപ്പോൾ ഈ ടാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ സീക്ക് വന്നാലും 1/cos എന്നാണ്, അവിടെയും പ്രശ്നം വരും. 2n+1 π/2 അത് ഡിഫൈൻഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഡൊമൈൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, എല്ലാ ത്രികോണമിതിയ ഏകതകളും അവ നിർവചിക്കപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളിൽ തുടർച്ചയുള്ളവയാണ്. ഓക്കെ, ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് ഇങ്ങനെ, ടാൻ എക്സ് ഈസ് കണ്ടിന്യൂസ് എക്സെപ്റ്റ് അറ്റ് ദ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, അത് കൺഫ്യൂഷനായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് മൈനസ് 2 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രോബ്ലം ആണിത്. കാരണം ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് തരുമ്പോൾ മാത്രമാണ് നമ്മളൊന്ന് ആലോചിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 2 ബ്രാഞ്ചസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, 1നേക്കാളും കുറവുള്ള പോയിന്റ്സിനൊക്കെയും x+2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1നേക്കാളും കൂടിയ പോയിന്റ്സിന് x-2 ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു പോയിന്റ് എടുത്തു, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 1നേക്കാളും കുറവുള്ള പോർഷനിൽ x+2 ആണ് ഗ്രാഫ് വന്നിരിക്കുന്നത്. ഈ x+2 എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആണ്. പിന്നെ 1നേക്കാളും കൂടിയ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴും x-2 ആണ്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, ഇതും കണ്ടിന്യൂസ് ആണ്. പക്ഷെ 1 എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് ഇതിന് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് രണ്ടും കോയിൻസൈഡ് ചെയ്യാണ് ആ പോയിന്റിലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇതെന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് 1നേക്കാളും കൂടിയ ഭാഗത്ത് നിന്നും അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ് വരുന്നത്? x-2 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. 1 - 2 = -1. ഇനി നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് 1നേക്കാളും കുറവുള്ള എക്സുകൾക്കുള്ള എഫ് ഓഫ് എക്സ് എന്താണ്? x+2 ആണല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. നിങ്ങൾ നോക്കുക, -1 ഉം 3 ഈക്വൽ ആണോ? അല്ല. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ വെച്ചിട്ട് ഒരു ബ്രേക്ക് വരുന്നുണ്ട് അതിന്. കാരണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് x tends to 1 plus f of x is not equal to limit x tends to 1 minus f of x. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? therefore f of x is not continuous at x equal to 1. ഓക്കെ, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, f of x equal to set of all x plus 2 x less than 1, 0 x equal to 1, x minus 2 x greater than 1. ഇവിടെ നമ്മൾ അതേപോലെ തന്നെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ 1നേക്കാളും കുറവുള്ള പോയിന്റ്സിൽ x+2 ആണ്, 1നേക്കാളും കൂടിയ പോയിന്റ്സിൽ x-2 ആണ്. അപ്പോൾ ആ ബ്രാഞ്ചസ് വൈസ് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷെ നമുക്ക് 1 എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടുണ്ട്. ഇവിടെ f of 1 എന്ന് പറയുന്നത് എന്താ? f of 1 = 1 + 2 വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. പറയാൻ പറ്റുമോ കേട്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്താ വരിക? 1നേക്കാളും കുറഞ്ഞ വാല്യൂസിനുള്ള എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. 1നേക്കാളും കുറവുള്ള എക്സുകൾക്ക് x+2 വരും.
that is equal to 1 plus 2 that is equal to 3. ഇനി ലിമിറ്റ് x tends to 1 plus f of x that is equal to limit x tends to 1 plus 1-നേക്കാളും കൂടിയതിന് x minus 2 ആണ്. that is 1 minus 2 equal to minus 1. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂവും ഫംഗ്ഷൻ വാല്യൂ ഇവിടെ LHലും RHലും ഈക്വൽ ആവുന്നില്ലല്ലോ. അതുപോലെ തന്നെ നമുക്കിവിടെ f of 1 എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ്. ഇവിടെ ഫംഗ്ഷൻ വാല്യൂ ആണെങ്കിലും ലിമിറ്റിംഗ് വാല്യൂവിനോട് പോലും ഈക്വൽ ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? The function is LHL is not equal to RHL. The function is not continuous at x equal to 1. ഇവിടെ x equal to 1 എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ, ബാക്കി എവിടെയും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര പ്രത്യേകതയുണ്ട്. അപ്പം എന്താ നോക്കാം നമുക്ക്. ഇവിടെ f of x equal to x plus 2 x less than 0, f of x equal to minus x plus 2 x greater than 0. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൽ ഒരു പ്രത്യേകതയുണ്ട്. എക്സ് ലെസ് ദാൻ 0, നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷെ 0 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഡൊമൈനിലേ തന്നിട്ടില്ല. ഓക്കെ, ഡൊമൈനിൽ തന്നെ തരാത്തൊരു ഫംഗ്ഷനാണത്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് പറയാം എഫ് ഈസ് ഡിഫൈൻഡ് ഓൾ പോയിന്റ്സ് എക്സെപ്റ്റ് അറ്റ് 0. അതായത് നമ്മളുടെ ഡൊമൈനിൽ ഇല്ല 0 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ആ പോയിന്റിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് നോക്കേണ്ട കാര്യമില്ല, ഫംഗ്ഷൻ വാല്യൂ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആ പോയിന്റിൽ നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. 0യേക്കാളും കൂടിയ വാല്യൂസിന് മൈനസ് എക്സ് പ്ലസ് 2 ആണ് അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് മൈനസ് എക്സ് പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇനി വരുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. 0യേക്കാളും കുറവുള്ള വാല്യൂസിൻ്റെ എഫ് ഓഫ് എക്സുകൾ എന്താണ്? എക്സ് പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സ് പ്ലസ് 2 which is equal to 0 plus 2 equal to 2. ഇവിടെ ലിമിറ്റിംഗ് വാല്യൂ നോക്കണം കേട്ടോ. 0യിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ ആണത്. 0യിലുള്ള വാല്യൂ നോക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. ഓക്കെ, കാരണം അത് ഇവിടെ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഫംഗ്ഷൻ വാല്യൂ ഇല്ല ഇവിടെ. അപ്പോൾ ബാക്കി എല്ലാ പോയിന്റ്സിലും ഇവിടുത്തെ ലിമിറ്റിംഗ് വാല്യൂ മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് വരച്ചു നോക്കാം. ഇവിടെ ഇപ്പം ഇങ്ങനെയാണ് ഈ ഗ്രാഫ് വരുന്നത്. ഇത് കണ്ടോ, ഈ പോയിന്റ് ഇവിടെ ഇല്ല. അപ്പോൾ ഈ പോയിന്റ് ഇല്ല എന്ന് അസ്യൂം ചെയ്തിട്ട് വേണം ഇങ്ങനെ വരച്ച പേന എന്തായാലും എടുക്കണം. കാരണം നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പം ഈ 0 എന്ന് പറയുന്ന പോയിന്റ് അവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡേ അല്ല. ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല മീൻസ് ആ പോയിന്റ് അവിടെ ഇല്ല. ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ആ പോയിന്റ് അവിടെ ഇല്ല. അപ്പോൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പം ഇത് പേന എടുത്ത് തന്നെ വരയ്ക്കണം. അപ്പോൾ ആ നമ്മൾ പറയുകയാണ് പേന ലിഫ്റ്റ് ചെയ്യാതെ വരയ്ക്കുന്ന ആ ഒരു കൺസെപ്റ്റിന് കുറച്ചൊരു പ്രശ്നം വരും ഇവിടെ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? ഇത് കണ്ടിന്യൂസ് ആണ്. അത് തന്നിരിക്കുന്ന ഡൊമൈനിൽ ഇത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി തുടർച്ചയുള്ള ഏകതങ്ങളുടെ ബീജഗണിതം. അതായത് നമ്മളിനി ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. സിമ്പിളാണിത്. എഫ് ജി എന്നിവ സി എന്ന ബിന്ദുവിൽ തുടർച്ചയുള്ള രണ്ട് രേഖീയ ഏകതകളാണ് എങ്കിൽ എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ജി, ലാംഡ ഇൻറ്റു എഫ് ബൈ ജി വെർ ജി ഓഫ് സി ഇസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 1 ബൈ ജി ഓഫ് എക്സ് വെർ ജി ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0 എന്നീ ഏകതങ്ങളും സി എന്ന ബിന്ദുവിൽ തുടർച്ചയുള്ളതായിരിക്കും. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എഫ് ജി എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പോയിന്റിൽ രണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ സമ്മ്, ഡിഫറൻസ്, പ്രോഡക്റ്റ്, പിന്നെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഫംഗ്ഷൻ, അതുപോലെ കോഷ്യന്റ് ഡിനോമിനേറ്റർ ഈസ് നോട്ട് ഈക്വൽ ടു 0, അതുപോലെ തന്നെ റെസിപ്രോക്കൽ, ഇവയെല്ലാം എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കോമ്പോസിഷനും കൂടിയാണ് പറയുന്നത്. എഫ് ജി എന്നിവ രണ്ട് രേഖീയ ഏകതങ്ങളാണെന്നും സി എന്ന ബിന്ദുവിൽ എഫ് ഡോട്ട് ജി നിർവചിക്കപ്പെട്ടിട്ടുണ്ടെന്നും കരുതുക. ജി എന്നത് സിയിലും എഫ് എന്നത് ജി ഓഫ് സിയിലും തുടർച്ചയുള്ള ഏകതങ്ങളാണെങ്കിൽ എഫ് ഡോട്ട് ജി എന്ന ഏകതം സിയിൽ തുടർച്ചയുള്ളതായിരിക്കും. അതായത് നമുക്കിപ്പോൾ എന്തൊക്കെയുണ്ട്? എഫ് ജി എന്ന് പറയുന്ന രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഉണ്ട്. അറ്റ് സി കണ്ടിന്യൂസ് ആണ് സി എന്ന് പറയുന്ന പോയിന്റിൽ. ഈ എഫ് ഡോട്ട് ജി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഫ് ഡോട്ട് ജി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എഫ് ഡോട്ട് ജി എന്താണെന്നറിയില്ലേ? കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ആ വീഡിയോ പോയി കാണാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി ജി എന്നത് അതുപോലെ തന്നെ ജി എന്ന ഫംഗ്ഷൻ നമ്മളിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക അല്ലേ. ഇത് ജി, ഇത് എഫ്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് ഡോട്ട് ജി ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ് അല്ലെങ്കിൽ ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ആ സി എന്ന് പറയുന്ന പോയിന്റിനെ അങ്ങോട്ടേക്ക് ഡിഫൈൻ ചെയ്യും, ജി ഓഫ് സിയിലോട്ട് പറയും. ഇവിടെ എത്തുമ്പം എഫ് ഓഫ് ജി ഓഫ് സി ആവും. ഓക്കെ, ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സി എന്ന് പറയുന്ന പോയിന്റിൽ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ ഞാൻ എഴുതിയത്? ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ സിയിൽ ശരിയാണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ സിയിൽ കണ്ടിന്യൂസ് ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി ഓഫ് സിയിൽ കണ്ടിന്യൂസ് ആണ്. കാരണം എഫിൻ്റെ ഡൊമൈനായിട്ട് ജി ഓഫ് സിയിൽ വരുന്നത്, ജി ഡൊമൈനായിട്ട് ഈ പോയിന്റ്സുള്ള കളക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ എഫ് ഡോട്ട് ജി എന്ന് പറയുന്ന ഈ കോമ്പോസിഷൻ ഫംഗ്ഷൻ, എഫ് ഡോട്ട് ജി എന്ന് പറയുന്ന കോമ്പോസിഷൻ ഫംഗ്ഷനും ഇവിടെ കണ്ടിന്യൂസ് ആയിരിക്കും അറ്റ് ദ പോയിന്റ് സിയിൽ. അത്രയേ ഉള്ളൂ. അതായത് രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും എന്നേ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇവിടെ നമ്മൾ സൈൻ ഓഫ് എക്സ് സ്ക്വയർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുകയാണ് ലെറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എടുത്തു. ആൻഡ് എച്ച്, ഇവിടെ രണ്ട് ഫംഗ്ഷനാണുള്ളത്, ഒന്ന് സൈൻ ഫംഗ്ഷൻ ഒന്ന് സ്ക്വയർ ഫംഗ്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ജി ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എടുത്തു, എച്ച് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ. ഇത് കണ്ടിന്യൂസ് ആണ്, ഇതും കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജി ഡോട്ട് എച്ച് ഓഫ് എക്സ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ്. നമ്മൾ എച്ച് ഓഫ് എക്സ് എന്താണ്? ജി ഓഫ് എക്സ് സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൽ പറയാനുള്ളത്. അപ്പം കുറച്ച് വെറൈറ്റി പ്രോബ്ലംസ് ആണ്, അതും കൂടെ നോക്കിയിട്ട് നമുക്കിത് നമുക്കത് നിർത്താം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ്, എക്സ് ലെസ് ദാൻ 0, എക്സ് പ്ലസ് 1, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന ഏകതത്തിൻ്റെ തുടർച്ച നഷ്ടമാകുന്ന ബിന്ദുക്കൾ. ഓപ്ഷൻ 0, 0 ബൈ ഇൻഫിനിറ്റി, നൺ ഓഫ് ദീസ്. അപ്പം നമുക്ക് ഈ ഏകതത്തിൻ്റെ കണ്ടിന്യൂറ്റി ലോസ് ആവുന്ന എവിടെയൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. നമുക്ക് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ എന്നറിയാലോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ്, എക്സ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ൽ എക്സ് പ്ലസ് 1. നമുക്കറിയാം ആദ്യം നമ്മളുടെ എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണോ നോക്കണം അല്ലേ. എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു, എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണല്ലോ, 0 പ്ലസ് 1 എന്ന് വരും, ദറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി നമ്മൾ ലിമിറ്റ് അറ്റ് ദ പോയിന്റ് 0 എന്നും കൂടി ചെക്ക് ചെയ്യുക. കാരണം ഇവിടെ സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് യാതൊരു പ്രശ്നവുമില്ല. കാരണം സൈൻ എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, എക്സ് എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആണ്. പിന്നെ എക്സ് 0 ആവുന്ന പോയിന്റാണ് അവിടെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ. എക്സ് ഈക്വൽ ടു 0-ലല്ലോ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നിരിക്കുന്ന എക്സ് ലെസ് ദാൻ 0ക്ക് ഇതെല്ലാം ഈ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആണ്. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്കും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പിന്നെ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് പിന്നെ നമുക്ക് 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് നമ്മൾ 0യിലാണ് ഫസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്താണ് വഴിതെറ്റിക്കാൻ വേണ്ടി പയ്യൊക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ട്, നിങ്ങളതൊന്നും നോക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം, 0നേക്കാളും കുറഞ്ഞ വിലകൾക്ക് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എന്താ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സ് ലെസ് ദാൻ 0ക്ക് സൈൻ എക്സ് ബൈ എക്സ് ആണ്. നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണ്? 1 ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ റിസൾട്ട്. ഇനി നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 0നേക്കാളും കൂടിയ വാല്യൂസിന് എക്സ് പ്ലസ് 1 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അതും കൂടെ കൊടുക്കുക, എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ നിങ്ങൾ നോക്കിയേ, ലിമിറ്റിംഗ് വാല്യൂ അതായത് LHലും RHലും സെയിം ആണ്. അതായത് നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടീഷനും ഹോൾഡ് ചെയ്തു. ഇനി അത് എന്തിനോട് ഈക്വൽ ആണ്? എഫ് ഓഫ് 0യോട് ഈക്വൽ ആണ്. Therefore, limit x tends to 0, f of x is equal to f of 0. അപ്പോൾ ഈ ഫംഗ്ഷൻ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് അല്ലേ. അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ഈ 0 വരെയുള്ള പോയിന്റ്സിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 0ക്കാളും കൂടുതലുള്ള പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 0 എന്ന് പറയുന്ന പോയിന്റ്സിൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തു. അപ്പോൾ ഇതെല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് അല്ലേ. ഡിസ്കണ്ടിന്യൂറ്റി ആവുന്ന പോയിന്റ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നഷ്ടമാകുന്ന ബിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. സോ ആൻസർ ഈസ് ഡി, നൺ ഓഫ് ദിസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. f of x equal to kx plus 1 x less than or equal to pi cos x x greater than pi x equal to pi യിൽ തുടർച്ചയുള്ള ഏകതമായ k യുടെ വില നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1 by pi, pi by 2, minus 2 by pi, minus pi by 2. ഓക്കെ, അതായത് നമുക്കിപ്പം ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് ഈക്വൽ ടു പൈയിൽ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എങ്കിൽ കെയുടെ വില എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? kx plus 1 x less than or equal to pi.
അതുപോലെ തന്നെ cos x greater than pi is continuous at x equal to pi എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് പൈ എന്ന് പറയുന്നതും ഈക്വൽ ആണ് എന്ന് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം വേണമെങ്കിൽ നിങ്ങൾ 3 ചെയ്തോളൂ, കുഴപ്പമില്ല. എന്നിട്ട് 2 ഏതൊക്കെയാണ് കെ വരുന്നത് എന്നെടുത്തിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഇതിൽ 3 ചെയ്യുന്നുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് എക്സ് ടെൻസ് ടു പൈ പ്ലസ് പൈനേക്കാളും കൂടിയ വേണ്ടി. അപ്പോൾ നമുക്കിവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സിന് എന്താ വരിക? കോസ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് പൈനേക്കാളും കുറവുള്ളതിൽ കെ എക്സ് പ്ലസ് 1 വരും. പിന്നെ എഫ് ഓഫ് പൈ എന്ന് പറഞ്ഞാൽ കെ പൈ പ്ലസ് 1 ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും 2 എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ കിട്ടുക? കോസ് പൈ എന്ന് വരും അല്ലേ. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കെ പൈ പ്ലസ് 1. ഇത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ഇത് 2 സെയിം ആണല്ലോ. അപ്പോൾ ഇത് 2 മാത്രം എടുക്കുന്നു. കോസ് പൈ ഈക്വൽ ടു കെ പൈ പ്ലസ് 1. ഇവിടെ കോസ് പൈയുടെ വാല്യൂ എന്താണ്? -1. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പൈ പ്ലസ് 1. That is equal to k pi equal to -1 that is -2 and pi equal to -2 by pi അല്ലല്ലോ k അല്ലേ കണ്ടുപിടിക്കേണ്ടത്, പൈയുടെ വാല്യൂ വരുന്നത്. k equal to -2 by pi. This is the answer. -2 by pi എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? യെസ്, സി. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി of the function x plus 1 divided by 12x square plus 7x minus 10. പിന്നെ എങ്ങനെയാണ്? ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സിലാണ് ഈ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു 0 നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. ആ പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഭയങ്കര സ്പീഡിലാണെന്ന് തോന്നുന്നു വീഡിയോ എടുത്തത്. ഒന്നാമത് ടൈം ലിമിറ്റ് ഒരു പ്രശ്നമാവുന്നുണ്ട്. എനിക്ക് ഈ 40 മിനിറ്റ് ഒന്നും വീഡിയോസ് ഇട്ട് ശീലമില്ല. ഞാനാണെങ്കിൽ കേൾക്കില്ല, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് തിരക്കാണ്, കോളേജിൽ ക്ലാസ് എടുക്കാനുണ്ട്, അതുകൊണ്ട് കുറച്ച് ബിസിയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് മിസ്സായി പോകുന്നത്. അതുകൊണ്ട് അതിന് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. മാക്സിമം വീഡിയോസ് ഇടണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഒരു വീഡിയോ സ്പ്ലിറ്റ് ചെയ്യാതെ തന്നെ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മാത്രം ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് അത്ര ഒരു ലെവലിലൊക്കെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും, അറിയാത്തതാണെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ എഴുതുന്നതും ഒക്കെ ഭയങ്കര തിരക്കായി പോകുന്നുണ്ട്, ഭയങ്കര ആയിട്ട് ലേറ്റ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നതൊക്കെ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എനിവേ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഒത്തിരി പേര് എനിക്ക് പോസിറ്റീവായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. എനിവേ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ മാക്സിമം എല്ലാവരും കാണട്ടെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അറിയിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.